So hi all, this is Bharat. Welcome back to yet another video of my channel. After so long, എനിക്കറിയാം കുറേ ദിവസമായി ഞാൻ വന്നിട്ട് വീഡിയോ ഇട്ട് ടൈമിങ് അങ്ങനെ വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് ഒരു അടുത്ത വീഡിയോ ആയിട്ട്. ഇത് തന്നെ ഇൻട്രോ തന്നെ കുറേ നീണ്ട് എനിക്കറിയാം, സോറി. അപ്പോൾ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോവാം, ഇന്നത്തെ കണ്ടന്റിലോട്ട് പോവാം. ഗൈസ്, ഇൻട്രോ എടുത്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കുറച്ചധികം ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ സംസാരം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കാണണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ പറയാനുള്ളത് ഗൈസ്, ഇപ്പോൾ ചൂട് കാലമാണ് വന്നുകൊണ്ടിരിക്കുന്ന, സമ്മറാണ്. സോ എല്ലാവരും ബി ഹൈഡ്രേറ്റഡ്, ഓക്കെ. സമയത്ത് വെള്ളം കുടിക്കണം, ആഹാരം കഴിക്കണം. ചൂട് കാലത്ത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും, അതൊന്ന് ശ്രദ്ധിക്കണം. അതും കൂടി പറയണം. നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മാക്സിമം കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ദുരന്തർ എന്ന് പറയുന്ന മൂവി 2025 എനിക്ക് ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ, വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ബെസ്റ്റ് മൂവി ആയിരുന്നു ദുരന്തർ. സംഭവം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കുറേ പേരൊക്കെ നിർബന്ധിച്ചു കൂടെ ചെല്ലാൻ, പിന്നെ പോയി കാണാനൊക്കെ കുറേ ഹൈപ്പ് കയറ്റി. പക്ഷെ ഞാൻ ഈ ബോളിവുഡ് സിനിമാസ് അങ്ങനെ ഇപ്പോൾ കുറച്ച് ഫ്ലോപ്പ് ആണല്ലോ അവർ, അങ്ങനെ അധികം കാണാറില്ല. ഇറങ്ങണത് മുഴുവൻ കുറച്ച് അവരാധം പിടിച്ച സംഭവങ്ങളായതുകൊണ്ട് ഞാൻ അത് അധികം കാണാറില്ല. അങ്ങനെ കുറെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ ഹൈപ്പ് ചെയ്ത്, പിന്നെ അക്ഷയ് ഖന്നയുടെ ആ ഒരു ഡാൻസ് സീന് സ്വാഗ് അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട് പിന്നെ പോവാന്ന് വിചാരിച്ചു. പിന്നെ കുറെ ലേറ്റ് ആയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ തീരുമാനിച്ച് പോയി കണ്ടതാണ്. പക്ഷെ പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് 2025 തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറഞ്ഞ പോലെ ഞാൻ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ കുറെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. എന്ന് വെച്ചാൽ ഒരു 2-3 വീക്സ് കഴിഞ്ഞു. പിന്നെ നല്ല സ്ക്രീനിങ് ഒന്നും ട്രിവാൻഡ്രത്ത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് PVRലാണ് ഞാൻ പോയി കണ്ടത്. PVR ആയതുകൊണ്ടും പിന്നെ അല്ല ലുലുല PVR ആയതുകൊണ്ടും പിന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര കിടിലമായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ തിയേറ്റർ അറ്റ്മോസ്ഫിയർ ഭയങ്കര ശോകമായിരുന്നു. അതായത് ഓഡിയൻസ് എല്ലാവരും ഒരുമാതിരി സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തതാണ് സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഷോ FTFS കാണണമെന്ന് ഞാൻ അന്ന് ഉറപ്പിച്ചതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ബുക്കിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് AS+ പോസ്റ്റ് ഇട്ടിരുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് പ്രീമിയർ ഷോ ഉണ്ടെന്ന്. അപ്പോൾ എക്സ്ക്ലൂസീവ് അല്ലേ, നമുക്ക് പോയി കണ്ടോളാന്ന് പറഞ്ഞ് ട്രെയിലർ ഇറങ്ങി അപ്പം തന്നെ ബുക്കിംഗ് തുടങ്ങി. ചാടിക്കയറി ബുക്ക് ചെയ്ത് പ്രീമിയർ ഷോ ഒക്കെ ബുക്ക് ചെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, ലോകത്ത് കുറച്ച് പേര് മാത്രം കാണുന്നു, അതിലൊരു അപ്പം എനിക്ക് അത് ആ കൂട്ടത്തിൽ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കയറി നോക്കിയപ്പോഴാണ് സംഭവം അറിയണ AS+ മാത്രമല്ല പ്രീമിയർ ഷോ, ട്രിവാൻഡ്രത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും പ്രീമിയർ ഷോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ എക്സൈറ്റ്മെന്റ് അങ്ങ് പോയി. എന്തായാലും കുഴപ്പമില്ല. അതായത് ഡിസംബർ 19-ാം തീയതിയാണ് എല്ലായിടത്തും സിനിമ റിലീസാവുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം പ്രീമിയർ ഷോ ഉണ്ട്. അപ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന ആ ഒരു പ്രീമിയർ ഷോ കാണാൻ പോകുന്ന വ്ളോഗാണ് ഇന്നത്തെ നമ്മളെ കണ്ടന്റ്. ഓക്കെ, പിന്നെ എനിക്ക് മോസ്റ്റ് ഓഫ് കാര്യം പറയാനുള്ളത് ഈ വ്ളോഗ് ഒരു റിവ്യൂവോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല. കാരണം എനിക്കത് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എൻ്റെ ഒപ്പീനിയൻ ആയാലും റിവ്യൂ ആയാലും അത് എനിക്ക് പേഴ്സണലായിട്ടിരിക്കുന്ന സംഭവമാണ്. അതിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ച് പറയാനുള്ളതല്ല. എൻ്റെ ഒപ്പീനിയൻ ആയാലും റിവ്യൂ ചെയ്യണവർ ചെയ്യട്ടെ, എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയണ ഇങ്ങനെ എനിക്കതിൽ പേഴ്സണലി എനിക്കൊരു താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. സോ ഇത് സിനിമ കാണാൻ പോകുന്ന ഒരു നോർമൽ വ്ളോഗായിരിക്കും. സോ അത്രയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവൂ. റിവ്യൂ ഞാൻ പറയൂല. പിന്നെ ആ പടം കൊള്ളാമോ, എനിക്കിഷ്ടപ്പെട്ടില്ലെന്ന് ചുമ്മാ ഒരു സംഭവം പറയും. അതെൻ്റെ റിവ്യൂ അല്ല. റിവ്യൂ ആണല്ലേ, അത് നിങ്ങളുടെ ഇഷ്ടം എടുക്കേണ്ടിയിരുന്നു. പക്ഷെ നിങ്ങളടുത്ത് പറയുന്നില്ല. ഞാൻ എൻ്റെ വ്ളോഗിൽ ഞാൻ ചെയ്യുന്ന ഡെയിലി ലൈഫ് വ്ളോഗ് അല്ലേ, അപ്പോൾ പടം കണ്ടിട്ട് പറയുന്നൊരു കാര്യമാണ്. അത് വെച്ചിട്ട് നിങ്ങൾ പടം കാണണോ വേണ്ടോ എന്നൊന്നും പടം കാണാൻ പോണോ വേണ്ടേ എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളിഷ്ടം. ഞാൻ പടം കാണാൻ പോകുന്നു, അതിൻ്റെ ഒരു വ്ളോഗാണിത്. സോ ലെറ്റ്സ് ഗോ ടു ദ വ്ളോഗ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ ഇറങ്ങി. ഇപ്പോൾ ചായ കുടിക്കാൻ മാനവീയത്തോട്ടൊക്കെ വന്നു. ചായ കുടിച്ചിട്ട് ഇനി നമുക്ക് തിയേറ്ററിലോട്ട് പോകാൻ കൊണ്ടിരിക്കും.
നമുക്ക് ചായ കുടിക്കാൻ 2-3 മെയിൻ സ്പോട്ടുകളുണ്ട്. ഒന്ന് മാനവീയം, പിന്നെ ഒന്ന് ടിഫിൻ സ്പേസ് അങ്ങനെയുള്ള, പിന്നെ മലബാർ ബൈക്സ്, അത് പണ്ടത്തെ സ്പോട്ടായിരുന്നു. അങ്ങനെയുള്ള 2-3 സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അതിങ്ങനെ മാനവീയത്താണ്. ചായ കുടിച്ചിട്ട് സിനിമയ്ക്ക് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ തിയേറ്റർ എത്തി. എനിക്കാണെങ്കിൽ പബ്ലിക് ക്യാമറ ഓണാക്കി പഴയ ഒരു ഇൻ്റർഫിയർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ പടം കണ്ടിട്ടിറങ്ങിയ പടത്തിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇത് കഴിഞ്ഞിട്ട് പറയാം. നമ്മളടുത്തിന് ഫുഡ് കഴിക്കാനായിട്ട് പോകണം, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അപ്പോൾ ഓക്കെ, ഫുഡ് ഗൈസ് അങ്ങനെ സിനിമ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലിപ്പോൾ എത്തി. സമയം ഏതാണ്ട് 12 ആവാറായി. സിനിമ ഒരു 9:15 ആയപ്പോൾ കഴിഞ്ഞ്. 4 hours അല്ല, അറൗണ്ട് 4 hours റണ്ണിങ് ടൈമുള്ള സിനിമയായിരുന്നു. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമ എല്ലാം കണ്ടു. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സിനിമ അടിപൊളിയാണ്. എനിക്ക് അഭിപ്രായം പറയാനും ഒപ്പീനിയൻ പറയാനും ഇതുപോലെ റിവ്യൂ പറയാനും താല്പര്യമില്ല. എന്നാലും ഇങ്ങനത്തെയൊക്കെ സിനിമകളൊക്കെ ജസ്റ്റ് ഒരു മൂവി ആയിട്ട് കടന്നു പോകേണ്ടതല്ല. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു രാജ്യത്തിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, പക്ഷേ നമ്മളെ രാജ്യത്തിനെ എതിർക്കുന്ന മനുഷ്യർക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്.